യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. എബ്രായർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായം 28-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. ദൈവത്തിന് സ്തോത്രം. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട്. സുവിശേഷം ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ്. സുവിശേഷമാണ് ഇളകാത്ത രാജ്യം നമ്മുടെ രാജ്യമെന്ന് പറയുവാൻ തക്കവണ്ണം നമ്മളെ ശക്തീകരിക്കുന്നത്, ബലപ്പെടുത്തുന്നത്. യോഹന്നാൻ സ്നാപകൻ വചനം പറഞ്ഞു തുടങ്ങിയപ്പോൾ ദൈവരാജ്യം പ്രസംഗിച്ചു തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവും ദൈവരാജ്യത്തെക്കുറിച്ച് പ്രസംഗിച്ച് തുടങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവ് തൻ്റെ അപ്പോസ്തലന്മാരെ അയക്കുമ്പോഴും അവരോട് പറഞ്ഞു, നിങ്ങൾ ആ ഇളകാത്ത രാജ്യത്തെക്കുറിച്ച് ജനത്തെ ഓർപ്പിക്കണമെന്ന് പറഞ്ഞു. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇപ്രകാരമാണ് ഓർപ്പിക്കുന്നത്: രാജ്യത്തിൻ്റെ ഈ സുവിശേഷം സകല ജാതികൾക്കും സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. രാജ്യത്തിൻ്റെ ഈ സുവിശേഷം അഥവാ ഇളകാത്ത രാജ്യത്തിൻ്റെ സുവിശേഷം. പ്രിയപ്പെട്ടവരെ, ഇളകാത്ത രാജ്യമെന്ന ചിന്ത തന്നെ മനുഷ്യരായ നമുക്ക് അല്പം പോലും അത് അംഗീകരിക്കാവുന്നതല്ല. നാം കാണുന്നതെല്ലാം ഇളകുന്നത് മാത്രമാണ്. രാജ്യങ്ങൾ ഇളകുന്നു. പഴയകാല ചരിത്രം മുതൽ സാമ്രാജ്യങ്ങൾ ഇളകുന്നു. ഇക്കാലത്തും രാജ്യങ്ങൾ ഇളകുന്നു. രാജ്യങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളകുന്നു. രാജ്യങ്ങളുടെ പ്രമാണങ്ങൾ ഇളകുന്നു. രാജ്യങ്ങളുടെ സത്യസന്ധതയ്ക്കിളക്കം വരുന്നു. അവരുടെ വിശ്വസ്തത ഇളകിപ്പോകുന്നു. ഭരണാധിപന്മാരിളകിപ്പോകുന്നു. പ്രിയപ്പെട്ടവരെ, സഭകളുണ്ട്. സഭകളും ഇന്ന് ഇളകുന്നവരാണ്. ഇളകാത്ത സഭ ഏതാ ഉള്ളത്? ഒരു കാലത്ത് ക്രിസ്തുവിൽ തുടങ്ങിയ സഭകളെല്ലാം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു? എല്ലാം ഇളകുന്നു. സഭയുടെ അധിപന്മാരിളകിപ്പോകുന്നു. ദൈവത്തിന് സ്തോത്രം. നാം ഓരോന്നിരോന്ന് ഇനിയും ചിന്തിക്കുമ്പോൾ ശാസ്ത്രീയ സത്യങ്ങളെന്നാണ് നാം ഒരു കാലത്ത് പറഞ്ഞിരുന്നത്. എന്നാൽ ഒരു കാലത്ത് ശാസ്ത്രീയ സത്യങ്ങളെന്ന് പറഞ്ഞതെല്ലാം പിൽക്കാലത്ത് അത്ര സത്യമല്ല എന്ന് പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർ തെളിയിച്ചു കൊടുത്തു. അഥവാ ശാസ്ത്രീയ സത്യങ്ങളും കാലങ്ങൾ കഴിയുമ്പോൾ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ വരുമ്പോൾ പഴയ സത്യങ്ങൾ സത്യങ്ങളല്ലാതായി പുതിയ സത്യങ്ങളാണ് അവിടെയെല്ലാം ശാസ്ത്രീയ രംഗത്ത് പോലും നാം കാണുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇനി ആറ്റം ബോംബ് കയ്യിലുള്ള വലിയ ഭരണതന്ത്രജ്ഞന്മാരുണ്ട്, അധിപന്മാരുണ്ട്, രാജ്യങ്ങളുടെ അധിപതിമാരുണ്ട്. പക്ഷേ അവരും ആറ്റം ബോംബിൻ്റെ എണ്ണം ധാരാളമുണ്ട്. എന്നുവെച്ചാൽ ഒരു 7000 കോടി ആളുകളെയൊക്കെ നശിപ്പിക്കാൻ തക്കതായ ആറ്റം ബോംബുകൾ ലോകരാജ്യങ്ങളുടെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ലോകത്താകെ 700 കോടി ആളുകളേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ 10 ഇരട്ടി കൊല്ലുവാൻ ശക്തിയുള്ളതായ ആറ്റം ബോംബുകളുണ്ട്. പക്ഷേ ഈ ആറ്റം ബോംബുകൾ കൈകാര്യം ചെയ്യുന്ന വലിയ ഭരണകർത്താക്കളുണ്ട്. അവരെപ്പോലും നാം കാണുന്നത് ഏതാനും നാൾ കഴിയുമ്പോൾ ഏതെങ്കിലും ആശുപത്രിയുടെ IC യൂണിറ്റിൽ ഒരു നേഴ്സിൻ്റെ മുഖത്തേക്ക് പ്രാണവായുവിന് വേണ്ടി ദയനീയതയോടെ നോക്കുന്ന ലോക രാജ്യ അധിപന്മാരെയാണ് നാം കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഇളകുന്നവരാണ്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ എല്ലാവരും സോഷ്യൽ മീഡിയ നോക്കുന്നു. ദൃശ്യമാധ്യമങ്ങളാണ്. ദൃശ്യമാധ്യമങ്ങളെല്ലാം നമ്മളെ കാണിച്ചു തരുന്നതിൽ അധികവും ഭീകര ചിത്രങ്ങളാണ്. ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് മനുഷ്യർ കാണുന്നത് അധികവും. അല്ലെങ്കിൽ വഷളത്വം. ഒന്നുകിൽ ഭീകരം അല്ലെങ്കിൽ വഷളത്വമാണ് മാധ്യമങ്ങളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യരെല്ലാം ഇന്ന് കോപിഷ്ഠന്മാരാണ്. കാരണം എല്ലാം ഭീകര ദൃശ്യങ്ങളെ കണ്ട് മനുഷ്യൻ്റെ മനസാക്ഷിയും മനുഷ്യൻ്റെ ചിന്തയുമെല്ലാം കോപിക്കുന്നൊരവസ്ഥയിലാണ്. ഇന്ന് ലോകം കോപിക്കുന്നു എന്ന് പറഞ്ഞാൽ ശരിയാണ്. പലപ്പോഴും മനുഷ്യരുടെ എല്ലാം ഉള്ളിലുള്ള ചിന്ത അടുത്ത നിമിഷം
എന്നെ തകർക്കുവാൻ ആരെങ്കിലും എൻ്റെ വീടിൻ്റെ വാതിക്കൽ വരും എന്നുള്ള ചിന്തയോടെയാണ് മനുഷ്യരിന്ന് അധികം പേരും കഴിഞ്ഞുകൂടുന്നത്. പ്രിയപ്പെട്ടവരെ, ഇളകുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഇളകാത്തതും ഉറപ്പുള്ളതുമായ ഒരു വിശ്വാസത്തെയും ഒരു രാജ്യത്തെയുമാണ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം നമുക്ക് കാണിച്ചു തരുന്നത്. ഇങ്ങനൊരു ഇളകാത്ത രാജ്യമുണ്ടെന്നോ, ഇങ്ങനൊരു ഇളകാത്ത വിശ്വാസമുണ്ടെന്നോ, ഇങ്ങനൊരു ഇളകാത്ത ജീവിതമുണ്ടെന്നോ, ഇങ്ങനൊരു ഇളകാത്തതായ അഭിപ്രായം അഥവാ സമർപ്പണമുണ്ടെന്നോ മനുഷ്യൻ മനസ്സിലാക്കുന്നത് പോലുമില്ല. ആരാണിതെല്ലാം ചിന്തിക്കുന്നത്? ഒരു ക്രിസ്ത്യാനിയായി എന്നുള്ളത് കൊണ്ട് എവിടെയെങ്കിലും ഒരു പ്രാർത്ഥനയ്ക്ക് പോയി അല്ലെങ്കിൽ ദേവാലയത്തിൽ പോയി അതുകൊണ്ടൊന്നും ഈ ഇളകാത്ത അവസ്ഥയെക്കുറിച്ചോ ഇളകാത്ത രാജ്യത്തെക്കുറിച്ചോ മനുഷ്യൻ ബോധമുള്ളവനാകുന്നില്ല. എന്നാൽ ഒരു ബോൺ അഗൈൻ എക്സ്പീരിയൻസ്, ഒരു വീണ്ടും ജനനാനുഭവം, കർത്താവായ യേശുക്രിസ്തുവിന് ജീവിതം കൊടുത്ത് അവൻ്റെ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു ഹൃദയം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ ഇളകാത്ത ജീവിതമുണ്ടെന്നും ഇളകാത്ത അഭിപ്രായങ്ങളുണ്ടെന്നും ഇളകാത്ത ഭക്തിയുണ്ടെന്നും ഇളകാത്ത വിശുദ്ധിയുണ്ടെന്നും ഇളകാത്ത വികാര നിയന്ത്രണമുണ്ടെന്നും ഇളകിപ്പോകാത്ത സ്നേഹമുണ്ടെന്നും ഇളകിപ്പോകാത്ത വണ്ണമുള്ളതായ നന്മ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നും മനുഷ്യർക്ക് മനസ്സിലാകുന്നത് ഒരു വീണ്ടും ജനനാനുഭവം ലഭിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ഈ ലോകത്തിൽ ലഭിക്കുന്ന ചില ഇളകാത്ത അനുഭവങ്ങളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഇളകാത്ത രാജ്യം തന്നെയുണ്ട്. ആ രാജ്യം നമുക്ക് കരഗതമാകുന്നത് അഥവാ ആ രാജ്യത്ത് നാം എത്തിച്ചേരുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് ശേഷമാണ്. ഇപ്പോൾ നാം ഇളകുന്ന ലോകത്ത് ജീവിക്കുന്നു. ഇളകുന്ന ലോകത്ത് ഇളകാത്ത ആത്മീയ അനുഭവങ്ങളുള്ളവരായി, ഇളകാത്ത ആത്മീയ തീരുമാനങ്ങളുള്ളവരായി നാം ജീവിച്ചാൽ നാം ഒരു സമയം കഴിയുമ്പോൾ, നമ്മുടെ മരണം കഴിയുമ്പോൾ, യേശുക്രിസ്തുവിൻ്റെ വരവേടുമ്പോൾ നാം ഇളകാത്ത രാജ്യത്തെ പ്രജകളായിട്ട് തീരും. ഇതാണ് സുവിശേഷം നമുക്ക് തരുന്നതായ പ്രത്യാശ എന്ന് പറയുന്നത്. സുവിശേഷം തരുന്നതായ പ്രത്യാശ നാം ഇളകാത്ത രാജ്യത്തെ അംഗങ്ങളായി തീരുമെന്നുള്ളതാണ്. പഴയ നിയമത്തിലേക്ക് നാം പോകുമ്പോൾ, സങ്കീർത്തനം നാം വായിക്കുമ്പോൾ 15-ാം സങ്കീർത്തനത്തിൻ്റെ അവസാനത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. തൻ്റെ ദ്രവ്യം പലിശയ്ക്ക് കൊടുക്കാതെയും കുറ്റമില്ലാത്തതിന് വിരോധമായി കൈക്കൂലി വാങ്ങാതെ ഇരിക്കുന്നവൻ, ഇങ്ങനെ ചെയ്യുന്നവൻ ഒരു നാളും കുലുങ്ങിപ്പോകയില്ല. ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. അങ്ങനെയും മനുഷ്യരുണ്ടെന്ന് ആ പഴയ നിയമകാലത്ത് തന്നെ പറഞ്ഞിരിക്കുന്നു. കുലുങ്ങിപ്പോകാത്ത മനുഷ്യരുണ്ടെന്ന്. ആരാണവർ? അതിന് മുമ്പിലേക്ക് വായിച്ചാൽ കാണാം. അവരുടെ നടപ്പ്, നിഷ്കളങ്കമായ നടപ്പ് നമുക്കൊന്ന് കേൾക്കാം. നിഷ്കളങ്കനായി നടന്ന് നീതി പ്രവർത്തിക്കുകയും ഹൃദയപൂർവ്വം സത്യം സംസാരിക്കുകയും ചെയ്യുന്നവൻ, നാവുകൊണ്ട് കുരുള പറയാതെയും തൻ്റെ കൂട്ടുകാരനോട് ദോഷം ചെയ്യാതെയും കൂട്ടുകാരന് അപമാനം വരുത്താതെ ഇരിക്കുന്നവൻ, വഷളനെ നിന്ദിനായി എണ്ണുകയും യഹോവ ഭക്തന്മാരെ ബഹുമാനിക്കുകയും ചെയ്യുന്നവൻ, സത്യം ചെയ്തിട്ട് ഛേദം വന്നാലും മാറാത്തവൻ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഒരു ഇളകാത്ത കാല് അഥവാ ശരിയായി നടക്കുന്ന ഒരു കാല്, നീതിയായി പ്രവർത്തിക്കുന്ന ഒരു കയ്യ്, നിയന്ത്രണമുള്ളതായ ഒരു നാവ്, ആർക്കും ദോഷം വരുത്താത്തതായ ഒരു നാവ്, സത്യം ചെയ്തിട്ട് അതിൽ മാറാതെ, സമർപ്പണമെടുത്തിട്ട് മാറാതെ നിൽക്കുന്നവൻ, ഇങ്ങനെയുള്ളതായ സമർപ്പണത്തോടുകൂടെ ജീവിക്കുന്ന ആളുകൾ, അവർക്കുറപ്പാണ് അവൾ ഒരു നാളും കുലുങ്ങിപ്പോകുകയില്ല. അവരിളകാത്ത രാജ്യത്ത് തന്നെ ചെന്ന് ചേരും. ഇളകാത്ത രാജ്യത്ത് അവർ ചേരും. പ്രിയപ്പെട്ടവരെ, പഴയ നിയമകാലത്ത് ആ സത്യമായ സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നതാണ് ഒരു ഭക്തൻ്റെ സ്വഭാവ ശ്രേഷ്ഠത. യഥാർത്ഥമായ ഭക്തൻ്റെ സ്വഭാവ ശ്രേഷ്ഠതയോടുകൂടെ നാം ജീവിക്കണം. എങ്കിൽ മാത്രമേ, ഒരു ഭക്തനായതുകൊണ്ട് മാത്രമോ, ഏതെങ്കിലും ഒരു കാലത്തൊരു ഭക്തനായി പിന്നീട് ബോധിച്ചതുപോലെ ജീവിക്കുന്നത് കൊണ്ട് ആരും ഇളകാത്ത രാജ്യത്ത്, ദൈവരാജ്യത്തെത്തുകയില്ല. ഒരു ഭക്തനായി തീർന്നിട്ട് ആ ഭക്തൻ്റേതായ സ്വഭാവങ്ങളുണ്ടാകണം. കാലുകൾ, കയ്യ്, നാവ്, ഹൃദയം, ചിന്തകൾ എല്ലാത്തിലും ഉറപ്പുണ്ടായിരിക്കണം, നേരുണ്ടായിരിക്കണം, സത്യമുണ്ടായിരിക്കണം, വിശുദ്ധി ഉണ്ടായിരിക്കണം. അവരാണ് ഇളകാത്ത രാജ്യത്ത് ചേരുക. ദാനിയേൽ പ്രവചനം നമുക്ക് വായിക്കാം. 2-ാം അധ്യായം 44-ാമത്തെ വാക്യം വായിക്കാം.
ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാൾ നശിച്ചു പോകാത്തൊരു രാജ്യത്വം സ്ഥാപിക്കും. ആ രാജ്യത്വം വേറെ ഒരു ജാതിക്ക് ഏൽപ്പിക്കപ്പെടുകയില്ല. അത് ഈ രാജ്യത്വങ്ങളൊക്കെയും തകർത്ത് നശിപ്പിക്കുകയും എന്നേക്കും നിലനിൽക്കുകയും ചെയ്യും. ദൈവത്തിന് സ്തോത്രം. പ്രവാചകൻ ദർശനത്തിലൂടെ കാണുകയാണ്, രാജ്യത്തും സാമ്രാജ്യങ്ങൾ മാറി മാറി വരുന്നു. ആദ്യം ബാബിലോണിയൻ സാമ്രാജ്യം, പിന്നെ മേദ്യ പാർഷ്യ സാമ്രാജ്യം, പിന്നെ ഗ്രീക്ക് സാമ്രാജ്യം, പിന്നെ റോമൻ സാമ്രാജ്യം. റോമൻ സാമ്രാജ്യത്തിൽ തന്നെ പിന്നീടുള്ളതായ രാജാക്കന്മാരുടെ കാര്യമെല്ലാം പ്രവചനത്തിൽ നെബൂഖദ്നേസർ കണ്ടതായ ആ ദർശനത്തിലൂടെ എല്ലാം കാണുകയാണ്. വലിയൊരു പ്രതിമയുടെ ദർശനമെല്ലാം കണ്ടത് പറയുന്നുണ്ടല്ലോ അവിടെ. പ്രിയപ്പെട്ടവരെ, അവസാനം പറഞ്ഞിരിക്കുന്നു, എല്ലാ രാജ്യങ്ങളും മാറും, ഇളകാത്തതായ ഒരു രാജ്യമുണ്ടാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, എല്ലാം ഇളകും, എന്നാൽ അവസാനം ഇളകാത്ത രാജാവ് രാജ്യഭരണം ഏറ്റെടുക്കും. അതാരാണ്? കർത്താവായ യേശുവിൻ്റെ രാജ്യം വരുമെന്ന് പ്രവാചകനായ ദാനിയേൽ അന്നേ ഓർപ്പിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് തരുന്നതായ ചിന്ത എന്താണ്? നമുക്ക് തരുന്നതായ സമർപ്പണം എന്താണ്? നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നതായ ജീവനുള്ള ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്താണ്? നാമും ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായിരിക്കണം. പ്രിയപ്പെട്ടവരെ, ഈ ഇളകാത്തതായ രാജ്യം നമുക്ക് എങ്ങനെയാണ് പ്രാപിക്കാനായിട്ട് സാധിക്കുക? എല്ലാം ഇളകുന്നവരാണെല്ലാം. മനുഷ്യരായ നാമും ഇളകിപ്പോകുന്നവരാണ്. പക്ഷേ നമുക്ക് ചിന്തിച്ചാൽ അറിയാം, ഇളക്കമെല്ലാം മനുഷ്യനെ തിന്മയിലേക്ക്, അധപ്പതനത്തിലേക്കാണ് മനുഷ്യൻ ഇളകുന്നത്. ഇളകുമ്പോൾ തിന്മയാണ് ചെയ്യുന്നത്. ഇളകുമ്പോൾ നന്മയല്ല ചെയ്യുന്നത്. ഇളകുമ്പോൾ കോപം വരുന്നു. ഇളകുമ്പോൾ അധർമ്മം വരുന്നു. ഇളകുമ്പോൾ അശുദ്ധി വരുന്നു. ഇളകുമ്പോൾ വൈരാഗ്യം വരുന്നു. ഇളകുമ്പോൾ പ്രതികാരം വരുന്നു. ഇളകുമ്പോൾ വെറുപ്പ് വരുന്നു. മനുഷ്യൻ്റെ ഇളക്കം മുഴുവനും അവനെ അധപ്പതനത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഈ അധപ്പതനമുള്ള മനുഷ്യന് എങ്ങനെ ഇളകാത്ത രാജ്യം പ്രാപിക്കാം? നമ്മളിൽ എങ്ങനെ ഇളകാത്ത രാജ്യം ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്കെങ്ങനെ അറിയാം? ഓരോന്നോരോന്നായി നാം ചിന്തിക്കുമ്പോൾ, ദൈവമക്കളെ, ദൈവം നമുക്ക് അനുകൂലമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറയും. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്? ദൈവം നമുക്ക് അനുകൂലമാണോ ഇല്ലയോ എങ്ങനെ അറിയാം? ഞാൻ ദൈവരാജ്യത്തിലെത്തുമോ? ദൈവം എനിക്ക് അനുകൂലമാണോ? എൻ്റെ ആത്മാവ് ശരിയായ വഴിയിലാണോ പോകുന്നത്? ഞാൻ നേരായ പാതയിലാണോ പോണത്? ദൈവം പ്രസാദിക്കുന്ന ഒരു ജീവിതമാണോ എനിക്കുള്ളത്? ദൈവം എനിക്ക് അനുകൂലമാണോ? എങ്ങനെയാണ് നമുക്കതറിയാൻ സാധിക്കുക? അറിയാനുള്ളതായ വഴി വേദപുസ്തകത്തിൽ തന്നെയുണ്ട്. യെഹെസ്കേൽ പ്രവചനം നമുക്കെടുക്കാം. യെഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. 36-9. അവിടെ നമ്മളെ ഓർപ്പിക്കുന്നു, ഇളകാത്ത രാജ്യം അഥവാ ദൈവം നമുക്ക് അനുകൂലമാണോ ഇല്ലയോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് വായിക്കാം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. ദൈവം മനുഷ്യന് അനുകൂലമാകുമ്പോൾ എന്തൊക്കെയാണ് ലഭിക്കുന്നത്? ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. അപ്പോൾ എന്തെല്ലാം നടക്കുന്നത്? നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. എങ്ങനെയാണ് കൃഷി നടക്കുക? കൃഷി സ്ഥലം എപ്പോഴും കിളച്ച് മറിക്കണം. കൃഷി നടക്കണമെങ്കിൽ ഉഴുത് മറിക്കണം, അല്ലെങ്കിൽ ട്രാക്ടർ വെച്ച് വിടണം, അല്ലെങ്കിൽ കിളച്ച് മറിക്കണം. കൃഷി നടക്കണമെങ്കിൽ അവിടെ വിതയുണ്ടാകണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ അഹങ്കാരം മാറുന്നുണ്ടോ? നമ്മുടെ അകത്ത് കിളയ്ക്കലുണ്ടോ? അഥവാ ഉഴുതുമറിക്കുന്നൊരനുഭവമുണ്ടോ? നമ്മുടെ മനോഭാവം മാറുന്നുണ്ടോ? നമ്മുടെ ആത്മവികാരങ്ങൾ മാറുന്നുണ്ടോ? നമുക്ക് പശ്ചാത്താപം വരുന്നുണ്ടോ? നമുക്ക് അനുതാപം വരുന്നുണ്ടോ? എനിക്ക് നിഗളമുണ്ടല്ലോ, എനിക്ക് ചില ശാഠ്യങ്ങളുണ്ടല്ലോ, എനിക്ക് ചില നിർബന്ധ ബുദ്ധികളുണ്ടല്ലോ, എനിക്ക് ചിലരോട് പ്രതികാരവാസനയുണ്ടല്ലോ, അടങ്ങാനാവാത്ത കോപമുണ്ടല്ലോ. അകത്ത് കിടന്നത് പുറത്തേക്ക് വരുന്നതായൊരവസ്ഥ. അതാണല്ലോ ഉഴവ് നടക്കുക എന്ന് പറയുന്നത്. കിളയ്ക്കുക എന്ന് പറയുന്നത് അതാണ്. അടിയിൽ കിടന്നത് മുകളിലേക്ക് വരുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ,
നാം ദൈവത്തിൻ്റെ വചനത്തോട് ചേർന്ന് വരുമ്പോൾ, നാം പരിശുദ്ധാത്മാവിൽ ആരാധിക്കുമ്പോൾ, നാം ആത്മീയ ഗീതങ്ങൾ പാടുമ്പോൾ, നാം ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ അകത്ത് മൂടിക്കിടക്കുന്നതായ പാപങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ടോ? നമ്മുടെ ശരികൾ ശരിയല്ല എന്നും, എൻ്റെ ചിന്താഗതികൾ ന്യായമല്ല എന്നും, എൻ്റെ മനോഭാവം കപടമുള്ളതാണെന്നും നമുക്ക് ബോധ്യം വരുന്നുണ്ടോ? അതൊരു കാര്യം നമ്മളെ ഉറപ്പിക്കുന്നു: ദൈവം നമ്മളിലേക്ക് തിരിയുന്നുണ്ട്. ദൈവം നമുക്ക് അനുകൂലമായി വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് അനുതാപം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് നമുക്ക് പാപബോധം ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് മൂടിക്കിടക്കുന്നതായ പാപങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഞാൻ മാനസാന്തരപ്പെട്ട കാലത്ത് ഞാൻ ഓർക്കുന്നു. ഞാൻ മാനസാന്തരപ്പെട്ട് ഏതാണ്ടൊരു 10 വർഷം കഴിഞ്ഞ് കാണും. കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ ഉറക്കം തടസ്സപ്പെട്ടു. എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ്, എന്തുകൊണ്ടാണ് എനിക്ക് ഉറങ്ങാൻ സാധിക്കാത്തത്? ജീവനുള്ള കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. ഞാൻ മാനസാന്തരപ്പെടുന്നതിന് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡിൽ ഒരു ട്രെയിനി ആയിരുന്ന കാലത്ത് ഞാൻ അന്നത്തെ എൻ്റെ മേലുദ്യോഗസ്ഥൻ്റെ ഒരു ടെസ്റ്റർ, കറണ്ടുണ്ടോ നോക്കുന്ന സാധനം ടെസ്റ്റർ, അത് അദ്ദേഹം എനിക്ക് ജോലിക്ക് തന്നതാണ്. ഞാനത് പോക്കറ്റിൽ കുത്തി, തിരിച്ചു കൊടുത്തില്ല. ചോദിച്ചെങ്കിലും കണ്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ നുണ പറഞ്ഞ് ഒഴിവായി നിന്നു. പ്രിയപ്പെട്ടവരെ, മാനസാന്തരം നടന്നു, കിള നടന്നു, ദൈവവചനം അകത്തേക്ക് വന്നു, ഇളകാത്ത രാജ്യത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് വന്നു, സമർപ്പണം എനിക്ക് വന്നു. എൻ്റെ പാപം പുറത്തേക്ക് വരാൻ തുടങ്ങി. ഞാൻ അർദ്ധരാത്രിയിൽ, ഉറങ്ങാത്ത രാത്രിയിൽ ഞാൻ ചിന്തിക്കുമ്പോൾ എന്നോട് ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാം: നീ ഒരു കള്ളനാ, നീ കള്ളൻ തന്നെയാണ്, നീ സുവിശേഷം പറയുന്നുണ്ടെങ്കിലും നീ കള്ളനാണ്. ഞാൻ കർത്താവിനോട് എളിമയോടെ ചോദിച്ചു, എന്താണ് ഞാൻ കട്ടിട്ടുള്ളത്? അപ്പോഴാണ് എനിക്കിതെല്ലാം ഓർമ്മ വരുന്നത്. 10-13 വർഷം മുമ്പ്, അന്നത്തേക്ക് 10-13 വർഷം മുമ്പ് ഞാൻ ചെയ്തതായ ആ മോഷണം എൻ്റെ ഓർമ്മയിലേക്ക് വന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ ആ മേലുദ്യോഗസ്ഥനോട് കത്തെഴുതി ക്ഷമ ചോദിച്ചു. ദൈവം എനിക്ക് അനുകൂലമായി തിരിഞ്ഞുവെന്ന് അന്നെനിക്ക് മനസ്സിലായി. ദൈവം അനുകൂലമാകുമ്പോഴാണ് വിതയും കിളയും നടക്കുന്നത്. അപ്പോഴാണ് ദൈവത്തിൻ്റെ വചനം നമ്മളിൽ വിതയ്ക്കാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, ജീവനുള്ള ദൈവത്തിൻ്റെ രാജ്യത്തിന് നിങ്ങൾ അവകാശികളാണോ എന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് നോക്കി അറിയാം. നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുപോലെ ദൈവം നമുക്ക് അനുകൂലമാണോ? ഭാഗ്യവാനായ അപ്പോസ്തലന് സംശയമില്ലാത്തൊരു കാര്യമായിരുന്നു: ഇളകാത്ത ബന്ധമുണ്ടെനിക്ക്, ഇളകാത്ത രാജ്യത്തിന് ഞാൻ അവകാശിയാണ്, കാരണം എനിക്ക് ഇളകാത്ത ബന്ധമുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് താൻ ഇളകാത്ത രാജ്യത്തിന് ഉറപ്പായും ദൈവത്തോട് ബന്ധമുള്ളവനാണെന്നുള്ള നിർണയമുണ്ടായിരുന്നു. ആ നിർണയത്തിൽ നിന്നാണ് അപ്പോസ്തലൻ എഴുതിയത്. റോമാലേഖനം 8-ാം അധ്യായത്തിൽ ചില വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നതാർ കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഭയമാണ്, എല്ലാവർക്കും ഭയമാണ്. ദൈവത്തോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകുമോ? ദൈവത്തിനോടുള്ള സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ? ഞാൻ തകർന്നു പോകുമോ? ദൈവം എന്നെ മറന്നു പോകുമോ? എൻ്റെ കഷ്ടകാലം വരുമ്പോൾ ദൈവം എന്നെ മറക്കുമോ? അപ്പോസ്തലന് നല്ല ഉറപ്പാണ്: കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ നഗ്നതയോ ആപത്തോ വാളോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഇപ്പോഴുള്ള കഷ്ടങ്ങൾക്കോ ഇനി വരാൻ പോകുന്ന കഷ്ടങ്ങൾക്കോ ഉപദ്രവങ്ങൾക്കോ രോഗങ്ങൾക്കോ ദാരിദ്ര്യത്തിനോ എന്ത് വന്നാലും ശരി, കർത്താവായ യേശുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയുകയില്ല. അപ്പോസ്തലന് ഉറപ്പായ കാര്യമാണ്: ജീവനുള്ള ദൈവം എന്നെ സ്നേഹിക്കുമെന്നുള്ളതായ ഉറപ്പ്. ഞാൻ സത്യമായിട്ടും ആ ഇളകാത്ത രാജ്യത്തെ ഒരു പൗരനാണെന്നുള്ളതായ ആ ഉറപ്പാണ്, ആ ധൈര്യമാണ്. പ്രിയപ്പെട്ടവരെ, അപ്പോസ്തലൻ ഒരു സമയത്ത് ഇളകുന്നവനായിരുന്നു. അപ്പോസ്തലന് നല്ല മതവിശ്വാസിയായിരുന്നു, യഹൂദ മതത്തിലെ വിശ്വാസിയായിരുന്നു. പക്ഷേ അന്ന് വിശ്വാസിയായിരുന്ന ആ പഴയ നിയമ ആ കാലത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്നുണ്ടല്ലോ, യഹൂദാസഭയിൽ എരിവേറിയ ഒരു ശുശ്രൂഷക്കാരനായിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വിചാരം മറ്റു മനുഷ്യർ വിചാരിച്ചാൽ തൻ്റെ വിശ്വാസത്തെ തകർക്കാമെന്നാണ്. തൻ്റെ ദൈവഭക്തിയെ മറ്റുള്ളവരുടെ പ്രവർത്തനം കൊണ്ട് തകർത്ത് കളയാം, വിശ്വാസത്തെ ഇല്ലാതാക്കാമെന്ന് അദ്ദേഹം ചിന്തിച്ചിരുന്നു.
അങ്ങനെയാണ് അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് തിരിഞ്ഞു. ക്രിസ്ത്യാനികളുണ്ടായാൽ യഹൂദാസഭ നിലനിൽക്കുകയില്ല. അദ്ദേഹം ചിന്തിച്ചു. എന്നുവെച്ചാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസം അത്രയേ ഉള്ളൂ. തൻ്റെ വിശ്വാസം തകർക്കാൻ പറ്റുന്ന വിശ്വാസമാണ്, തകർന്നു പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചു. ഇളകിപ്പോയി. പ്രിയപ്പെട്ടവർ, അദ്ദേഹം ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷേ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനൊരു കാര്യം മനസ്സിലായി തീർന്നു. എന്താണ് അദ്ദേഹം പഠിച്ചത്? പ്രിയപ്പെട്ടവരെ, അദ്ദേഹം ഒരു കാര്യം പഠിച്ചു. അദ്ദേഹം പാരമ്പര്യത്തിൻ്റെ കലവറയിൽ കിടന്ന മനുഷ്യനാണ്. എന്നാൽ ക്രിസ്തുവിനെ അറിയാനിട വന്നു. ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നു. അദ്ദേഹം ഇളകാത്ത രാജ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പ്രഖ്യാതാവായിട്ട് മാറിക്കിട്ടി. ഇളകാത്ത വിശ്വാസം. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. അവനെൻ്റെ ഉപനിധി. ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുവിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇളകാത്ത വിശ്വാസമുണ്ടെന്ന് അപ്പോസ്തലൻ പഠിച്ചു. തൻ്റെ വിശ്വാസത്തെ മറ്റൊരാൾ കിളക്കാമെന്ന് കരുതി അദ്ദേഹം ക്രൈസ്തവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയത്, ക്രിസ്തുവിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയത് ഇളകാത്ത വിശ്വാസമാണ് കിട്ടിയത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. അതാണ് അപ്പോസ്തലൻ പറയുന്നത്, അത് ഇളകാത്ത വിശ്വാസമാണ്. അദ്ദേഹത്തിൻ്റെ അവസാനത്തെ വാക്യം എന്തായിരുന്നു? ജീവിതത്തിൻ്റെ അവസാന കാലം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്? 2 തീമോഥെയോസിൻ്റെ ലേഖനം 4-ാം അധ്യായം വായിച്ചു നോക്കാം. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയമെച്ച ഏവർക്കും കൂടെ. അപ്പോസ്തലൻ യുവാവായി തീമോഥെയോസിനെ ധൈര്യപ്പെടുത്തുകയാണ്. ഇളകാത്ത വിശ്വാസമുണ്ട്, ഇളകാത്ത രാജ്യമുണ്ട്, ഇളകാത്ത അനുഭവങ്ങളുണ്ട്, സമർപ്പണമുണ്ട്, ഇളകാത്ത വിശ്വാസമുണ്ട്. ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പാരമ്പര്യത്തിൻ്റെ ആ കലവറയിൽ നിന്ന് അദ്ദേഹം വിശ്വാസത്തിൻ്റെ കൊടിമുടിയിലേക്ക് ഉയർന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പഴയ നിയമത്തോട് ചേർത്ത് ചിന്തിക്കട്ടെ. മോശ പിസ്ഗായുടെ കൊടുമുടിയിൽ അവസാനിച്ചു. വിശ്വാസിയായ മോശ പിസ്ഗായുടെ മുകളിൽ തീർന്നു. അപ്പോസ്തലനായ വിശുദ്ധ പൗലൂസ് കാൽവരി കുന്നിലെ ആ രക്തം വരണ്ട ആ കുരിശൻ്റെ ചുവട്ടിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തോടെ അദ്ദേഹം അവിടെ എത്തി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇളകാത്ത രാജ്യം പ്രാപിച്ച, ഇളകാത്ത രാജ്യം പ്രഖ്യാപിച്ച, ഇളകാത്ത രാജ്യത്തിന് ഞാൻ അവകാശിയായി എന്ന് സമർപ്പണത്തിലൂടെ തെളിയിച്ചുകൊണ്ട് ആ കർത്താവിൻ്റെ വിലയേറിയ ദാസൻ തൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്നു. നിങ്ങൾ ഇളകാത്ത രാജ്യം പ്രാപിക്കാനുള്ളവരാണ്. നമ്മുടെ തലകളെ നമുക്ക് വണക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് ഇളകുന്നവരാണോ? നിങ്ങളുടെ ഇളക്കം മാറിയോ? വിശ്വാസം ഇളകുന്നതാണോ? സ്വഭാവം ഇളകുന്നതാണോ? പെരുമാറ്റം ഇളകുന്നതാണോ? നിങ്ങളുടെ സമർപ്പണം ഇളകുന്നതാണോ? നിങ്ങൾ ആകുലചിത്തതയിൽ വലയുന്നവരാണോ? നിങ്ങൾ ഭാരപ്പെട്ട് നിലവിളിക്കുന്നവരാണോ? കർത്താവിനെ കൈവിട്ടു ചിന്തിക്കുന്നവരാണോ? ആരെങ്കിലും പറഞ്ഞാൽ എൻ്റെ വിശ്വാസം പോയി പോകുമെന്ന് നിങ്ങൾ ആകുലപ്പെടുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ഇളകാതിരിപ്പീൻ. ഇളകേണ്ട കാര്യമില്ല. കാരണം എൻ്റെ കരത്തിൽ പിടിച്ചിരിക്കുന്നവൻ ശക്തനാണ്. ഞാൻ വിശ്വസിച്ചിരിക്കുന്നവൻ ശക്തനാണ്. എനിക്ക് വാക്ക് തന്നവൻ ശക്തനാണ്. ലോകാവസാനത്തോളം കൂടെയിരിക്കാമെന്ന് വാഗ്ദത്തം തന്നവനാണ് എൻ്റെ കൂടെയുള്ളവൻ. അവൻ്റെ രക്തമാണ് എന്നെ വില കൊടുത്ത് മേടിച്ചത്. ഞാൻ അവൻ്റെ ക്രൂശിൻ്റെ സാക്ഷിയാണ്. അവൻ എന്നെ രക്തം കൊടുത്ത് മേടിച്ചതാണ്. എനിക്കൊരു കാര്യം ഉറപ്പാണ്, ഇളകാത്ത രാജ്യത്ത് ഞാൻ ചേരും. ഇളകാത്ത രാജ്യത്ത് ഞാൻ പൗരനായി ജീവിക്കും. ഹല്ലേലൂയ. ദൈവമക്കളെ, പിസ്ഗായുടെ മുകളിൽ അവസാനിച്ച മോശയ്ക്ക് പകരം കാൽവരി കുന്നിൻ്റെ മുകളിൽ ഭാഗ്യവാനായ പൗലോസ് ഇളകാത്തവനായിട്ട് നിൽക്കുന്നു. ഹല്ലേലൂയ. ദൈവവേദലേ, നിനക്ക് വിശ്വാസമുണ്ടോ? ഇളകാത്ത വിശ്വാസമുണ്ടോ? ഇളകാത്ത സമർപ്പണമുണ്ടോ? ധൈര്യമുണ്ടോ? ഉറപ്പായി നിൽക്കൂ. രക്തം കൊടുത്ത് വില കൊടുത്ത് മേടിച്ച എൻ്റെ പ്രിയ സഹോദരീ സഹോദരന്മാരെ, നിങ്ങളുടെ സമർപ്പണം എന്താണ്? ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് ഞാൻ നന്ദിയുള്ളവനായി ജീവിക്കും. ഞാൻ വിശുദ്ധിയുള്ളവനായി ദൈവത്തിൻ്റെ വേല ചെയ്യും. ഞാൻ എൻ്റെ കർത്താവിൻ്റെ പിന്നാലെ നടക്കും. ഞാൻ എൻ്റെ കർത്താവിനോട് എൻ്റെ ഹൃദയം പകർന്ന് ഞാൻ പ്രാർത്ഥിക്കും. ഞാൻ സമർപ്പണത്തിൽ ഉറച്ചു നിൽക്കും. കരുണയുള്ള ദൈവമേ, അടിയങ്ങളെ കാത്തുകൊള്ളണമേ. ഇസ്രായേലായ യേശുവേ, നിൻ്റെ വിലയേറിയ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിട്ട് സൂക്ഷിക്കണമേ. ഈ വചനം കേട്ടവരെയും ഈ വചനം ധ്യാനിക്കുന്നവരെയും ഇപ്പോൾ സമർപ്പണമെടുക്കുന്നവരെയും നിൻ്റെ ചെറുകന്നടിയിൽ സൂക്ഷിക്കണമേ. അവരുടെ തലമുറയെ സൂക്ഷിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേട്ടുത്തരം തരുമാറാകണമേ.
ആമീൻ.